ഏറ്റവും ബഹുമാനപ്പെട്ട MDR, പ്രിയങ്കരനായ ജയേട്ടൻ, പ്രിയപ്പെട്ട ഇന്ദു, സദസ്സിൽ ഉള്ള ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണം, ശ്രീ സുരേഷ് കുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അടക്കമുള്ള പ്രിയ സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ജനകമ്മ വിട പറഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. മലയാളിയുടെ മനസ്സിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഗായിക ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് എസ് ജാനകിക്കപ്പുറം നമുക്കൊരു ഉത്തരം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. അന്യഭാഷയിൽ നിന്ന്, അന്യദേശത്ത് നിന്ന് മലയാളികളുടെ മനസ്സിൽ ഇത്രയധികം ആഴത്തിൽ സ്പർശിച്ച് കടന്നുപോയ മറ്റൊരു ഗായികൻ ഇല്ല എന്ന് തന്നെ പറയാം. നാം എന്നും കേട്ടുണരുന്നതും ഉറങ്ങുന്നതും ഒരുപക്ഷെ ജാനകിയമ്മയുടെ പാട്ടുകൂടി കേട്ടുകൊണ്ടായിരിക്കും. അത്രയധികം പാട്ടുകൾ മലയാളിക്ക് സമ്മാനമായിട്ട് തന്നിട്ടുണ്ട് അവർ. സർഗധനരായ സംഗീത സംവിധായകരുടെയും രചയിതാക്കളുടെയൊക്കെ ശ്രമഫലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപിടി ഗാനങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് അത്രയധികം ശക്തിയായി പതിപ്പിച്ച് കടന്നു പോകാനുള്ള സ്വരം, നാദം അവർക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ പാടി പതിഞ്ഞവയാണ്. ഒരു പാട്ടെങ്കിലും ജാനകിയമ്മയുടെ മൂളാത്ത, കേൾക്കാത്ത ദിവസം മലയാളിക്കുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതുകൊണ്ടായിരിക്കാം മറ്റൊരു ഗായിക പോലും മരിച്ചിട്ട് കിട്ടാത്ത തരത്തിലുള്ള ഒരു ആദരവ് മലയാള സമൂഹം, മലയാളിയുടെ മനസ്സ് ജാനകിയമ്മയ്ക്ക് നൽകിയെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ തുടർച്ച എന്നവണ്ണമാണ് സാംസ്കാരിക സംഘടന എന്ന നിലയിലും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഏറ്റവും വലിയ സംഘടന കൂടിയായിട്ടുള്ള തൃശ്ശൂർ ലിറ്റററി ഫോറവും സാഹിതിയും സംയുക്തമായിട്ട് ട്രിബ്യൂട്ട് ടു എച്ച് ജാനകി എന്ന ശീർഷകത്തിൽ ലോകം മുഴുവൻ സുഖം പകരാനായി എന്ന ടൈറ്റിൽ ഈ പരിപാടി ജാനകിയമ്മയുടെ പാതാരബന്ധങ്ങളിൽ അർപ്പിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ജാനകിയമ്മയ്ക്ക് ഇത്തരത്തിലുള്ള സാംസ്കാരിക രംഗത്തുള്ള ഒരു അനുസ്മരണ പരിപാടി ഇതാദ്യമായിട്ടായിരിക്കുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കാം. എന്തായാലും തൃശ്ശൂരിൽ ആദ്യമായി അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്, അവർക്ക് ആദരവ് അർപ്പിക്കുന്നത് സാഹചര്യമായിരിക്കുമെന്നുള്ളതാണ്. ഈ തീരുമാനം എടുത്ത് ഞാനത് ആദ്യമായി സംസാരിച്ചത് പ്രിയങ്കരനായ ജയേട്ടനുമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം തന്ന ഒരു പ്രോത്സാഹനവും പിന്തുണയും ചെറുതല്ലായിരുന്നു. ഗീതസംഗീതവും നാളെ ഇതിൻ്റെ അനുബന്ധ പരിപാടികൾ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നിട്ടുകൂടി എല്ലാ ആശയങ്ങളും തന്നതും ഈ ടൈറ്റിൽ ലോകം മുഴുവൻ സുഖം പകരാനേ എന്നുള്ള ശീർഷകം സമ്മാനിച്ചത് ജയേട്ടൻ തന്നെയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ മറ്റ് പല പേരുകളും പറഞ്ഞെങ്കിലും ഇതിൻ്റെ അത്രയും മറ്റൊന്നും വരുന്നില്ല എന്നായിരുന്നു ഞാൻ ജയേട്ടനോട് ആ നിമിഷം തന്നെ പറഞ്ഞു. ഞാൻ ലോകത്തിന് വേണ്ടി പാടുന്ന ഒരാൾ എന്നൊരർത്ഥം ഇതിനകത്തുണ്ട്. അപ്പോൾ ലോകത്തിന് വേണ്ടി ജീവിച്ച ഒരാൾ, ലോകത്തിൻ്റെ ശബ്ദം, നമ്മുടെ നാദം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ എസ് ജാനകിയെ വിലയിരുത്തുവാൻ നമ്മുടെ മനസ്സിന് കഴിയുന്നു എന്നുള്ളതാണ് ആ ടൈറ്റിലിൻ്റെ പിന്നിലെ മാനസികാവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിരവധി പേരുകൾ നമുക്കിടാൻ പാകത്തിനുണ്ടെങ്കിൽ കൂടിയും ലോകം മുഴുവൻ സുഖം തരാൻ എന്നുള്ള പാട്ട് തന്നെ പാടിക്കൊണ്ട് വലിയ അർത്ഥതലങ്ങളുള്ള ആ വരിക്കപ്പുറം മറ്റൊരു വാക്കും ഈ അനുസ്മരണ പരിപാടിക്ക് മറ്റൊരു പേരും കൊടുക്കാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാനകിയമ്മയുടെ ശബ്ദമാധുരി മലയാളിയുടെ ശബ്ദമാണ്. ആ ശബ്ദമാധുരിക്കും ഓർമ്മകൾക്കും എനിക്ക് പറയാനായിട്ട് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളില്ല. പക്ഷെ എന്നെക്കാളും അനുഭവങ്ങളുള്ളവർ MDRും ജയേട്ടനും ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളതുകൊണ്ട് ആ ഭാഗം ഞാൻ പൂർണ്ണമായിട്ടും അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ഓർമ്മകൾക്ക് മുന്നിൽ, ആ പാട്ടുകൾക്ക് മുന്നിൽ, ആ ശബ്ദ സൗകുമാര്യത്തിന് മുന്നിൽ ഈ സാഹിത്യ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെയും തൃശ്ശൂർ ലിറ്റററി ഫോറത്തിൻ്റെയും എൻ്റെയും എല്ലാവിധ ആദരവും ആ പാതാരബന്ധനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയുടെ ആശയവും ആവിഷ്കാരവും എല്ലാം തന്ന 2 പേരാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അതിഥികൾ. നമുക്ക് ഒന്ന് MDRും ഒന്ന് ജയേട്ടനുമാണ്. ഞാൻ പറയാതെ തന്നെ MDR ഏറെ സുപരിചിതനാണ് സാഹിതിയിലുള്ളവർക്ക്. സാഹിതിയുടെ
രക്ഷാധികാരി സമിതിയിലും ഉന്നതാധികാരി സമിതിയിലും അംഗമാണ്. നമ്മുടെ ഉപദേഷ്ടാക്കളിൽ പ്രധാനിയുമാണ് MD. നമ്മൾ തുടങ്ങിയ കാലം തൊട്ട് നമ്മോടൊപ്പമുണ്ട് MD. മലയാളത്തിന് ഇത്രയും നല്ല പാട്ടുകൾ സമ്മാനിച്ച ഒരു ഗാനരചയിതാവ് അത്യപൂർവമാണ്. MD പോലെ ഒരാളുടെ സാന്നിധ്യം തന്നെ എത്രയോ മഹനീയമാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. MD എല്ലാ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജയേട്ടനും നമ്മുടെ ഉന്നതാധികാര ഉപദേശക സമിതിയിലൊക്കെ തന്നെ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സാഹിത്യയുടെ ജന്മം തൊട്ട് നമ്മോടൊപ്പമുള്ള ആളാണ്. ഇന്നും ഏത് തരത്തിലുള്ള പരിപാടികൾ പൂർണ്ണമായിട്ടും സാഹിത്യ ചർച്ചയല്ല എങ്കിൽ ഞാൻ ആദ്യം വിളിക്കുന്ന ആളും ആദ്യം കൺസൾട്ട് ചെയ്യുന്ന ആളും ജയേട്ടനാണെന്നുള്ള. സാംസ്കാരിക തരത്തിലുള്ള പരിപാടികളായാലും സംഗീതമായാലും കലയായാലും സിനിമയായാലും ഒക്കെ തന്നെ ആദ്യം വിളിക്കുന്ന ആൾ. അതായത് പൂർണ്ണമായും സാഹിത്യമല്ലാത്ത ഏത് പരിപാടി വന്നാലും ആദ്യം വിളിച്ച് അതിൻ്റെ ഒരു ഉപദേശം തേടുന്ന ഒരാൾ കൂടിയാണ് ജയേട്ടൻ. അത് കൃത്യമായ രീതിയിൽ എനിക്ക് അതിൻ്റെ ഗൈഡ് ലൈൻസ് തരാനുണ്ട്, ആൾക്ക് കഴിയുന്നുമുണ്ട് എന്നുള്ളത്. ആ ജയേട്ടനാണ് എന്നിട്ട് മറ്റൊരു അതിഥി. നമ്മുടെ ജയേട്ടനെ എല്ലാവിധ ബഹുമാനപുരിച്ചും സ്വാഗതം ചെയ്യുന്നത്. ഇന്ദുവിന് പ്രത്യേകിച്ച് ഒരു മുഖപുരയുടെ ആവശ്യമില്ല. നമ്മുടെ മകളാണ് ഇന്ദുലേഖ ഭാര്യ. നമ്മുടെ നാടിൻ്റെ ഗായികയാണ്. തൃശ്ശൂരിൻ്റെ ശബ്ദമാണ് ഇത്. ഇന്നും ഏറെ തിളങ്ങി നിൽക്കുകയാണ്. പിന്നണി ഗായികയായിട്ടും നമ്മുടെ സംഗീത സദസ്സുകളൊക്കെ നിത്യ സാന്നിധ്യവുമാണ് ഇന്ദു. മറ്റൊരു ജാനകി അമ്മയിലേക്കുള്ള പ്രയാണത്തിലേക്കാണ് എന്ന് എനിക്ക് കരുതാം. വളരട്ടെ. മകൾ എന്നുള്ള രീതിയിൽ തന്നെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ഇന്ദുവിനെ സാഹിതിയിലേക്ക്, കുടുംബത്തിലേക്ക് സാധിക്കുന്നു. പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും, നമ്മുടെ സാഹിതിയുടെ ഉപദേശക സമിതി അംഗങ്ങൾ, രക്ഷാധികാരികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങളടക്കം ധാരാളം പേർ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് നിരവധി പേർ എത്തിയിട്ടുണ്ട്. ഗീതസംഗീതത്തിൻ്റെ അംഗങ്ങളുണ്ട്. ഈ പരിപാടിയിൽ നമ്മോട് സഹകരിക്കുന്നു. ഗീതസംഗീതമാണ്, ഗീതസംഗീതത്തിൻ്റെ ഉപദേശമാണ് ഈ പരിപാടിയുടെ ഫ്രെയിമിൻ്റെ പിന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അയ്യന്തോൾ പാട്ടുപെട്ടിയുടെ ആൾക്കാരോട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ചൂള എന്ന ചിത്രത്തിലെ സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്ന പാട്ടാണ് പാടുന്നത്. യേശുദാസും ജാനകിയും കൂടെ ചേർന്ന് ആലപിച്ച ഒരു ഗാനമാണ്, യുഗ്മഗാനമാണ്. നമ്മുടെ പ്രസിഡന്റ് അത് ഒറ്റയ്ക്ക് പാടുകയാണ്. ഒറ്റയ്ക്ക് പാടുകയാണ്.
മൗനം മുൻകാലപ്പോഴും എന്തു പറഞ്ഞാലും എന്നരുളിൽ എൻ പ്രിയനെപ്പോഴും മൗനം സിന്ദൂരസന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിന് എന്തു പറഞ്ഞാലും എന്നരുകിൽ എൻ പ്രിയക്കെപ്പോഴും മൗനം. മുത്തുവിരിക്കും ഉഴയുടെ തീരം കെട്ടിപ്പുണരും ലഹരിയുടെ നാണം. മുത്തുവിരിക്കും ഉഴയുടെ തീരം കെട്ടിപ്പുണരും ലഹരിയുടെ നാണം. എത്ര കണ്ടാലും മതിയാവില്ല ഞാൻ വരയ്ക്കും നിങ്ങളുടെ രൂപം. ദൂരസന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിന് മൗനം. എന്തു പറഞ്ഞാലും എന്നരുളിൽ എൻ പ്രിയനെപ്പോഴും മൗനം. നിലേ തുടിക്കും ഇണയുടെ ഉള്ളിൽ ഒന്നിച്ചുണരും നിഴലുകൾ കണ്ടു. നിലേ തുടിക്കും ഇണയുടെ ഉള്ളിൽ ഒന്നിച്ചുണരും നിഴലുകൾ കണ്ടു. എന്നും ദൂരസന്ധ്യയ്ക്ക് മൗനം മന്ദാരക്കാടിന് മൗനം. എന്തു പറഞ്ഞാലും എന്നരുളിൽ എൻ പ്രിയനെപ്പോഴും മൗനം. ദൂരസന്ധ്യയ്ക്ക് മൗനം മന്ദാര